വെൽക്കം ബാക്ക് ടു ബെറ്റർ ഫുഡ് റൂൾസ്. വീക്കെൻഡിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാന്നോർത്ത് സവാള എടുത്തപ്പോഴാണ് സവാളയിലെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പൂപ്പൽ പിടിച്ച ഉള്ളി കളയണോ അതോ പാചകത്തിന് ഉപയോഗിക്കണോ? ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് ഏറ്റവും സേഫായി എങ്ങനെ ഉപയോഗിക്കാം, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഈ ഒരു ഉള്ളി ഇത് പുറമേ നോക്കി കഴിഞ്ഞാൽ വളരെ നോർമലായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതിൻ്റെ പുറമേ ഉള്ളൊരു തൊലി അങ്ങ് മാറ്റി കഴിയുമ്പോൾ പൊടി പോലെ കറുത്ത നിറത്തി കാണുന്നത് പൂപ്പലാണ്. 100% ഉറപ്പിച്ച് പറയാം ഇത് ഫംഗസ് ആണെന്ന്. ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂപ്പലുണ്ട്. മഴക്കാലത്താണ് ഇങ്ങനെ പൂപ്പലുള്ള സവാള നമുക്ക് കൂടുതലായി കിട്ടുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തപ്പോൾ കണ്ട എൻ്റെ കൈ നിറയെ പൂപ്പലാണ്. ഇത് ആസ്പെർഗില്ലസ് നൈജർ എന്നറിയപ്പെടുന്ന ഒരു പൂപ്പലാണ്. മഴക്കാലത്ത് ഈർപ്പം കൂടുതലാവുന്നതുകൊണ്ടാണ് ഈ ഉള്ളി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ ഇത്തരം പൂപ്പലൊക്കെ വളരുന്നത്. മണ്ണിൽ നിന്ന് തന്നെയാണ് മിക്കവാറും ഈ പൂപ്പൽ ഉള്ളിക്കകത്ത് കയറി പറ്റുന്നത്. ഉള്ളി തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യുന്ന കർഷകർ, ഉള്ളി സ്റ്റോറേജ് ഗോഡൗണിലെല്ലാം വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, ഇവർക്കൊക്കെ ഇത്തരം പൂപ്പൽ ആയിട്ട് എക്സ്പോഷർ വന്ന് ശ്വാസകോശ രോഗങ്ങളും അലർജിക് റെസ്പോൺസൊക്കെ ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ ഉള്ളി എടുക്കുമ്പോൾ കഴിയുന്നതും മൂക്കിനടുത്തോട്ടും മുഖത്തിനടുത്തോട്ടൊന്നും കൊണ്ടുപോകാതിരിക്കുക. ഉള്ളി എടുത്തിട്ട് കൈ നന്നായിട്ട് കഴുകുക. കുട്ടികൾ കിച്ചണിൽ വന്ന് ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ എടുത്തുകൊണ്ട് പോയി കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവർക്കും ഉള്ളി കഴിയുന്നതും കൊടുക്കാതിരിക്കുക. ഉള്ളി തൊലി കളഞ്ഞ ശേഷം നോക്കുമ്പോൾ ചെറിയ അളവിലാണ് പൂപ്പൽ കാണുന്നതെങ്കിൽ ടാപ്പ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കണം. കൈയും കഴുകണം. ഏത് വെജിറ്റബിൾ കഴുകുമ്പോഴും നമ്മൾ ഡിഷ് സോപ്പ് ഒന്നും ഉപയോഗിക്കരുത്. കൂടുതൽ അളവിൽ പൂപ്പലുള്ളപ്പോൾ അതുപോലെ സാലഡിനൊക്കെ നമ്മൾ പച്ചയ്ക്ക് ഉള്ളി കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പൂപ്പൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഉള്ളി വാഷ് ചെയ്തെടുക്കുന്നതെന്ന് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് തൊലി കളയുന്നു, നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ കഴുകുന്നു. ഞാൻ എടുത്ത 3 ഉള്ളിയിലും ഇതുപോലെ പൂപ്പലുണ്ട് അത്യാവശ്യം. ഉള്ളിയിൽ സാധാരണയായിട്ട് വരുന്ന ഈ കറുത്ത ഫംഗസ് ആസ്പെർഗില്ലസ് നൈജർ, ബ്ലാക്ക് മോൾഡ് എന്നും പറയും, ബ്ലാക്ക് ഫംഗസ്. കോവിഡിൻ്റെ സമയത്ത് കേട്ടിരുന്ന ബ്ലാക്ക് ഫംഗസ് ഡിസീസുമായിട്ട് ഈ ഒരു ആസ്പെർഗില്ലസ് നൈജറിന് ബന്ധമൊന്നുമില്ല. അത് മറ്റൊരു ഫംഗസാണ് ആ അസുഖം ഉണ്ടാക്കുന്നത്. ഉള്ളിയിൽ കാണുന്ന ഈ ബ്ലാക്ക് ഫംഗസ് ഒരു വിഷം ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ ഒരു പ്രോബ്ലമാറ്റിക് ഒന്നുമല്ല, വലിയ ഹെൽത്ത് ഇൻഡിക്കേഷൻസ് ഇല്ല. എന്നാലും ഇത് നമ്മളെ ഭക്ഷണത്തിലൂടെ അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് സിംറ്റംസ് ലൈക്ക് ഛർദി, ഓക്കാനം, വയറിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഫുഡ് പോയ്സണിങ്ങിൻ്റെ സിംറ്റംസ് ഉണ്ടാവാം. അങ്ങനെ ഈ കഴുകിയെടുത്ത സവാള നമ്മളൊരു ബോളിനകത്തിട്ടിട്ട് അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഉണ്ടാവും. അതിലേക്ക് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ഞാൻ ഇടാറുണ്ട്. ഇത്രയും ഒരളവ്, ഒരു 3 കപ്പല്ലേ ഉള്ളൂ, 3 ഉള്ളി. അപ്പം ഈ അളവിൽ ചേർത്ത് ഇളക്കി ഒരു 20-30 മിനിറ്റ് വെക്കും. ബേക്കിംഗ് സോഡ നല്ലൊരു നാച്ചുറൽ ക്ലീനറാണ്. അപ്പോൾ കുറച്ച് ബാക്കിയുള്ള പൂപ്പലിനെയൊക്കെ നശിപ്പിക്കാൻ ഇത് മതിയാകും. ഇനി ഈ വെള്ളം കളഞ്ഞിട്ട് ഉള്ളി നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ ഇങ്ങനെ ഇത്രയും നന്നായിട്ട് ഉള്ളി കഴുകിയെടുക്കുന്നത് കൂടുതൽ പൂപ്പൽ കാണുമ്പോഴും പച്ചയ്ക്ക് ഉള്ളി കഴിക്കുമ്പോഴാണ്. പൂപ്പൽ മാത്രമല്ല, ബാക്ടീരിയകളും ധാരാളമായിട്ട് ഉള്ളിക്കകത്ത് കടന്നുകൂടാറുണ്ട്. ചിലത് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നവയുമാണ്. അതുപോലെ ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് എന്നുള്ളൊരു ഫംഗസിന്റെ ടോക്സിൻ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, വളരെ കൂടുതലായി പൂപ്പൽ ഉണ്ടെങ്കിൽ തൊലിക്ക് അടിയിലെ ആദ്യത്തെ ഒരു ലെയർ അങ്ങ് കട്ട് ചെയ്ത് കളയണം. പൂപ്പൽ ബാധിച്ച ഭാഗത്ത് ഉള്ളിക്ക് നിറം വ്യത്യാസം കാണാം. അപ്പോൾ ആ ഭാഗം എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഉള്ളിയുടെ ഈ പുറമേയുള്ള ഭാഗം കളയുമ്പോൾ തന്നെ ഉള്ളി കൂടുതലായി വേസ്റ്റ് ആവുന്നുണ്ടോ എന്നൊരു വിഷമം വരും. എന്നാലും ഈ ഒരു ലെയർ കളയുന്നത് തന്നെയാണ് നല്ലത്. കൂടുതൽ പൂപ്പലുള്ള സമയത്ത് പൂപ്പൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, അതിൻ്റെ വേരുകൾ, അതിൻ്റെ സ്പോർസ്, ഇതെല്ലാം ഉള്ളിയുടെ പല ഭാഗത്തല്ല ഏതൊരു ആഹാരത്തിലായാലും അതിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടാവും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ആദ്യത്തെ ലെയർ, തൊലിക്കടിയിലുള്ള ലെയർ കളഞ്ഞ ശേഷം വാഷ് ചെയ്ത് തന്നെ എടുക്കണം. എൻ്റെ ഒരു ടിപ്പ് ഷെയർ ചെയ്യാം. ഞാൻ പച്ചയ്ക്ക് ഉള്ളി കഴിക്കുമ്പോൾ സാലഡിലൊക്കെ ഉള്ളി യൂസ് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും പൂപ്പൽ ഇല്ലാത്ത ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഉള്ളിത്തൊലി, ഉള്ളിയുടെ ഭാഗങ്ങളൊക്കെ നല്ലൊരു ജൈവ വളമാണ്. അപ്പോൾ അതങ്ങനെ വേസ്റ്റ് ആവുന്നില്ല. വീട്ടിലെ അമ്മമാരുടെ അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്യുന്നവരുടെ കയ്യിലാണ് ഫാമിലിയുടെ ആരോഗ്യം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ എന്ന് കരുതുന്ന ചില വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഹെൽത്തിയായി ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.